ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. ആ കറിയുടെ പേര് പച്ച പുളിങ്കറി എന്നാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഞാൻ ചേന എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചക്കായ, ഒരു കഷ്ണം കുമ്പളങ്ങ, പിന്നെ ഒരു 3 കഷ്ണം ചേമ്പു, കുറച്ച് മുരിങ്ങക്കായി. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ കറിയുടെ പേരറിയാലോ, പച്ചപ്പുളിങ്കറി. നമുക്ക് എങ്ങനെയാണ് ഈ കറി ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ പച്ച പുളിങ്കറിക്ക് വേണ്ടിയിട്ട് ഇതാ പച്ചക്കറി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ. നമ്മുടെ മുരിങ്ങക്ക, ചേന, കുമ്പളങ്ങ, പിന്നെ പച്ചക്കായ, പിന്നെ നമ്മുടെ ചേമ്പ്. ഇത്രയും സാധനങ്ങളാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പരിപ്പാണ്, സാമ്പാർ പരിപ്പ്. ഈ ഒരു സ്പൂണിൽ ഒരു 3 സ്പൂൺ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം കുക്കറിലിട്ട് ഈ പരിപ്പൊന്ന് വേവിച്ച് വെക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ സാധാരണ വേവിക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് ഈ പരിപ്പ് മാത്രമായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ആ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി പരിപ്പിട്ട് കൊടുക്കാം. പിന്നെ ഈ പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ കേട്ടോ, അത്രയും മതിയാവും. ഇതിനകത്തൊരു 3 വിസിൽ മതിയാവും പരിപ്പ് വേവാൻ. അപ്പം 3 വിസിൽ വന്ന് ഞാൻ ഓഫാക്കി. കുക്കർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് വെന്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നമ്മൾ പിന്നെ സാമ്പാർ വെക്കുമ്പോഴും ആദ്യമേ പരിപ്പ് ഇതുപോലെ ഒന്ന് വേവിച്ച് വെച്ചിട്ട് ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇതാണ് സാമ്പാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അല്ലെങ്കിൽ ഇത് അതുപോലെ തന്നെ കിടക്കും. ചിലപ്പോൾ സാമ്പാറൊക്കെ പരിപ്പ് അതുപോലെ തന്നെ കിടക്കുന്നതാണ്. അപ്പം ഇങ്ങനെ വെക്കുന്നതായിരിക്കും സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ്. പരിപ്പ് ആദ്യം വേവിച്ച് വെച്ചിട്ട് പിന്നെ പച്ചക്കറികൾ വേവിച്ച് അതിൻ്റെ കൂടെ ചേർത്താൽ മതി. കണ്ടില്ലേ, പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കണ്ടിട്ട് സാമ്പാർ പോലെയൊന്നും തോന്നരുത് കേട്ടോ, അതുപോലൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. സാമ്പാറിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഒരുപാടൊന്നും നമ്മൾ ചേർക്കത്തില്ല. പച്ചക്കറി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അത് നമ്മൾ പരിപ്പിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടു, ഇപ്പം മുളക് പൊടി. ഇനി വേറൊരു പൊടി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് കൃത്യം 3 വിസിൽ മതിയാവും കേട്ടോ. നമ്മൾ കുക്കർ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഈ ഒരു കറിയും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചോറിന് മാത്രമല്ല, നമുക്ക് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കണം. ഇതൊരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ്. നമ്മൾ എടുക്കുന്ന പച്ചക്കറിക്ക് അനുസരിച്ച് എടുത്താൽ മതി. ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വേറെ ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ കുക്കർ വിസിലൊക്കെ പോയി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വേവണം. നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഒരു ഉടഞ്ഞ പരുവത്തിലാണ് കിട്ടേണ്ടത്. കഷ്ണമായിട്ട് വേണ്ട. അപ്പം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം.
ഒന്ന് ഓണാക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ മാത്രമാണ്, തേങ്ങയും വെള്ളം അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ കറി ഇത് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പച്ചക്കറിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഊണിന് പറ്റിയ ഒരു കറി കേട്ടോ. നല്ല മണമാണ്, നല്ല ഒരു പ്രത്യേക വാസനയൊക്കെ വരുന്നുണ്ട്. ഇത്രയും മതി. ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പം താളിക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളക് 2 എണ്ണം, പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചപ്പുളിങ്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. നമ്മുടെ ഓണത്തിന് ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.